ഹലോ അമ്മേ. എന്താ നന്ദ വിളിക്കാൻ ഇത്ര താമസിച്ചേ? എങ്ങനെയുണ്ട് നവീന്? നവീന് ബോധം തെളിഞ്ഞു അമ്മേ. ഈശ്വര, ആക്സിഡന്റ് ആയതുകൊണ്ട് ചില ചെക്കപ്പ് കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാ നാളെ വീട്ടിലേക്ക് തിരിച്ചെത്താം. ഒരു കാര്യം ഉറപ്പാ, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൃഷ്ണമോള് തന്നെയാ. അബോധാവസ്ഥയിൽ നിന്നും അവനെ വിളിച്ചുണർത്തിയത് കൃഷ്ണയാ. ഈ കുടുംബത്തിന്റെ ശാപം മാറ്റിയ കുട്ടി, എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച കുട്ടി. അവളോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? എനിക്ക് അവളെ കാണാൻ കൊതിയാവുക നന്ദ. ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ അമ്മേ. ഇനി മുതൽ മോനും മോളും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. പിള്ളേര് വരുന്നതിന് മുമ്പ് ചില പൂജകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഇനി എന്ത് പൂജയമ്മേ? പേടിക്കണ്ട, ഇനിയുള്ള പൂജകളൊക്കെ അവരുടെ രണ്ടുപേരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാ. അതെത്ര ചെയ്താലും എനിക്ക് മതിയാവില്ല നന്ദ. പണ്ടൊക്കെ കളരിക്കൽ കുടുംബത്തിന്റെ തറവാട്ട് കാരണവരെന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു മുൾക്കിരീടമായിരുന്നു. ഇന്ന് അവസ്ഥ അതല്ല. ശാപം ഒഴിഞ്ഞ ഈ തറവാടിന്റെ ഏറ്റവും മുതിർന്ന അംഗമായിരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ചത് നടന്നല്ലോ അമ്മേ. ദൈവം നടത്തി തന്നല്ലോ. അതെ, ദൈവം അവളുടെ രൂപത്തിൽ വന്ന് നടത്തി തന്നു. അതാണ് സത്യം. നീ മോന്റെ അടുത്തേക്ക് ചെല്ലേ. വേണ്ട വഴിപാടുകളൊക്കെ ഞാൻ നടത്തിക്കോളാം. ഈശ്വര. നാഗശാപം തീർന്നു കഴിഞ്ഞ കൃഷ്ണയ്ക്ക് പകരം ഗാഥമോളെ നവീന്റെ ജീവിതത്തിലേക്ക് എത്തിക്കുമെന്നാ സിതാരാമാഡം പറഞ്ഞിരിക്കുന്നേ. അതനുസരിച്ചാണെങ്കിൽ കൃഷ്ണമോൾ ഇവിടെ തിരിച്ചെത്തേണ്ട സമയമായില്ലേ? ഇതിലിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? കൃഷ്ണമോളെ അവര് വിടില്ല, നവീനും വിടില്ല. ഇത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റുമോ? സിതാരാമാഡത്തിനെ നിങ്ങൾക്കറിയില്ലേ? ഒരു കാര്യം തീരുമാനിച്ച അതവര് നടത്തിയിരിക്കും. കുറെ കാലം മുമ്പാണെങ്കിൽ അത് ശരിയാ തങ്കേച്ചി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിയണം. കൃഷ്ണമോളോട് സിതാര മാഡത്തിന് എന്തൊരു സ്നേഹാണെന്നോ. സ്വന്തം മോൾക്ക് വേണ്ടി സിതാര മാഡം വാശി പിടിച്ചിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് സത്യമാ. പക്ഷേ കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ട് അവള് കളരിക്ക് തന്നെ നിന്നോട്ടെ എന്ന് സിതാര മാഡം തീരുമാനിച്ച തെറ്റു പറയാനില്ല. സിതാരാമാഡം കൃഷ്ണയെ സ്നേഹിക്കും. അതങ്ങനെ വരൂ. അതെന്താ തങ്കം അങ്ങനെ പറഞ്ഞേ? കൃഷ്ണയോട് സിതാരാമാഡത്തിന് സ്നേഹം തോന്നാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? ഏയ്, ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ലേ. കൃഷ്ണമോളെ സിതാരാമാഡത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കളരിക്കൽ കുടുംബത്തിനെ കുറിച്ച് സിതാര മാഡം ഇനി ചിന്തിക്കില്ല. എത്രയും പെട്ടെന്ന് ഗാഥമോൾക്ക് ഒരാളെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കും. അത് മിക്കവാറും തങ്കേച്ചി നോക്കിക്കോ, വിദേശത്തുള്ള ആർക്കെങ്കിലും ആയിരിക്കും. കൃഷ്ണ കളരിക്കൽ ജീവിക്കുമ്പോ അതേ രൂപമുള്ള ഗാഥ നാട്ടിലുണ്ടാവുന്നത് പ്രശ്നമാണെന്ന് സിതാര മാഡത്തിന് അറിയായിരിക്കുമല്ലോ. നീ അതിന് പ്ലാനും തയ്യാറാക്കിയോ സുനന്ദേ? ആലോചിക്കുന്നതുകൊണ്ട് എന്താ? ആലോചിക്കാൻ എളുപ്പമാ, നടന്നു കിട്ടാനാ പ്രയാസം. അതെ, തങ്കത്തിന് ഇപ്പോഴും പകുതി സംശയം നിൽക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ? കൃഷ്ണയെ വിളിച്ച് നേരിട്ടങ്ങ് കാര്യം ചോദിക്കാം. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വേവലാദ്യം കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും കൃഷ്ണ ഇപ്പൊ വിളിക്കണ്ട. പൂജയും ബഹളമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വിശ്രമിക്കുന്ന സമയോ. നാളെ രാവിലെ വിളിക്കാം. അത് പോരെ തങ്കേച്ചി? അത് മതി ഗോപാലെ. സർപ്പവേലിയുടെ അടുത്തേക്ക് പോവാതെ പൂജാമുറിയുടെ മുന്നിലിരുന്ന് നമുക്കൊക്കെ മനസ്സിന് ഇത്രയേറെ ക്ഷീണമുണ്ടെങ്കിൽ ആ അവസ്ഥയിലിരുന്ന് അവൾക്ക് എന്തായിരിക്കും? സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അവള് വിളിച്ചു പറയാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ഓർത്ത്. ഹലോ. മാഡം, എന്നോട് ക്ഷമിക്കണം. ഞാൻ മാഡത്തിനോട് പറഞ്ഞ വാക്ക് മറന്നതല്ല.
എന്നെ വല്ലാതെ സ്നേഹിച്ചതിന്റെ പേരിലാണല്ലോ നവീൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നവീന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു. എനിക്കറിയാം. ഇടയ്ക്ക് എപ്പോഴും ഞാൻ എന്റെ സ്ഥാനം മറന്നു പോയിട്ടുണ്ട്. എന്റെ അമ്മയോട് പറയുന്നത് പോലെ ഞാൻ പറയാം. ഞാനൊരു പെൺകുട്ടിയല്ലേ മാഡം? ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹം ഒന്നിച്ച് കണ്ടപ്പോ പറ്റിപ്പോയതാ. പക്ഷെ ഒക്കെ വെറും കിനാവാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ എല്ലാ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മാറിക്കോളാം മാഡം. അതിനുള്ള സഹനശക്തിയൊക്കെ എന്റെ മനസ്സിനുണ്ട്. കുഞ്ഞുനാള് മുതല് എല്ലാം നിഷേധിക്കപ്പെട്ട കുട്ടിയായിരുന്നതുകൊണ്ട് ജീവിതത്തില് എന്ത് നിഷേധിക്കപ്പെട്ടാലും അത്രയ്ക്ക് സങ്കടമൊന്നും തോന്നില്ല. മാഡം പറഞ്ഞോളൂ, എപ്പോഴാ ഞാൻ പോവണ്ടേ? എപ്പോഴാ ഞാൻ വാക്ക് പാലിക്കണ്ടേ? നവീന്റെ കണ്ടീഷൻ ബെറ്റർ ആവട്ടെ. ഡിസ്ചാർജ് ആവുമ്പോ നവീനോടൊപ്പം കളരിക്കിലേക്ക് തിരികെ എത്തുന്നത് ഗാഥയായിരിക്കും.